കേരളത്തെ ഒന്നാകെ നടുക്കിയ ഇലന്തൂർ ആഭിചാര കൊലയുടെ വിചാരണ ഇന്ന് തുടങ്ങി. പത്മ, റോസ്ലി ഇങ്ങനെയുള്ള 2 പേരുള്ള യുവതികളാണ് 2022 സെപ്റ്റംബർ 16 ഇലന്തൂരിൽ കൊല്ലപ്പെടുന്നത്. ഇലന്തൂരിൽ ആ വാർത്ത പുറത്തു വരുന്നത്. അതിനു മുമ്പ് അവരുടെ കൊലപാതകം നടന്നു കഴിഞ്ഞു. ഒക്ടോബർ 11 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒന്നാം പ്രതി എന്ന് പറയുന്നത് പെരുമ്പാവൂർ സ്വദേശിയായ ഷാഫിയാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഇലന്തൂർ സ്വദേശിയായ ഭഗവത് സിംഗ്. അയാൾ ഒരു പൂജാരിയും ആയുർവേദ ചികിത്സകനും ജ്യോത്സ്യനും അങ്ങനെയൊക്കെ ആളുകൾ തട്ടിച്ചു പോകുന്നവരായ. പിന്നെ മൂന്നാം പ്രതി എന്ന് പറയുന്നത് അയാളുടെ ഭാര്യയാണ്. എങ്ങനെയാണ് പത്മ കൊല്ലപ്പെട്ടതെന്നോ റോസ്ലി കൊല്ലപ്പെട്ടതെന്നോ നമുക്ക് കൃത്യമായി അറിയാം. ഇതിനകത്തുള്ള ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത് ഐശ്വര്യം, സമ്പത്ത് വർധനവ്. ഇതാണ് ഇലന്തൂരിലെ ഈ ഭഗവത് സിംഗ് ലക്ഷ്യം വെച്ചത്. മറ്റേ ഷാഫി ആണെങ്കിലോ, ഷാഫിക്ക് ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുക എന്ന അതിമോഹം, ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുക, സിനിക്കൽ എന്നൊക്കെ പറയും, ക്രൂരതയിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു രീതിയാണ് അയാൾ അവലംബിച്ചത്. അങ്ങനെ അയാൾ ഇരകളെ ചാക്കിട്ട് ഇലന്തൂരിലെ ഈ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് ആഭിചാര ക്രിയകൾക്കും ബലാത്സംഗത്തിനും ലൈംഗിക പീഡനത്തിനും ഒക്കെ ഇരയാക്കിയ ശേഷം ഈ സ്ത്രീകളെ വകവരുത്തി ഈ പത്മയെ 56 കഷണങ്ങളാക്കി എന്നാണ് പറയുന്നത്. കഷണങ്ങളാക്കി അവിടെ കുഴിച്ചിട്ടു. റോസ്ലിയെ അതുപോലെ തന്നെ കുഴിച്ചു. റോസ്ലിയുടെ സ്കെൽട്ടൺ മാത്രമാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് DNA പരിശോധനയിലൂടെയൊക്കെയാണ് ഈ കൊല്ലപ്പെട്ടത് ഇവർ തന്നെയാണ്, അല്ലെങ്കിൽ ഡെഡ് ബോഡി ഇവരുടേതാണ്, അവശിഷ്ടങ്ങൾ ഇവരുടേതാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത്. അതിനുശേഷം ഈ മൃതദേഹം വെട്ടിമുറിച്ചതിന് ശേഷം ഇവർക്ക് ശക്തി കൂടുതൽ കിട്ടാൻ, ഐശ്വര്യമുണ്ടാകാൻ, സമ്പത്തുണ്ടാകാൻ വേണ്ടി ഇവർ ഈ മാംസം എന്ത് ചെയ്തു, പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് മിച്ചം വന്ന മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. പോലീസ് ചെല്ലുമ്പോൾ അത് സീസ് ചെയ്തിട്ടുണ്ട്, ബന്ദോബസ്തിലെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കേരളത്തെ നടുക്കിയ ഒരു വലിയ ഇരട്ട കൊലപാതകം, ഇലന്തൂർ ആഭിചാര കൊല എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇത് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ പരമ്പരാഗതമായ അനുദിന വളർച്ചയിലൂടെ കൈവരിച്ച നമ്മുടെ പ്രത്യയശാസ്ത്രപരമായും നിലപാടിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഒന്നാകെ താറടിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം, മുമ്പ് ആഭിചാര കൊലകളും നരബലിയും ഒക്കെ കേരളത്തിൽ നടന്നിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ നിന്നൊക്കെ മാറി നടക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ കൃത്യമായിരുന്നു ഇലന്തൂർ സംഭവം. ആ ഇലന്തൂർ വിചാരണ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5 വിചാരണ നടക്കുന്നത്. ഒന്നാമത്തെ കേസ് പത്മ കൊലപാതകത്തിന്റെ വിചാരണയാണ് ഇന്ന് തുടങ്ങിയത്. അതുപോലെ തന്നെ റോസ്ലി കൊലക്കേസിലെ വിചാരണ അടുത്ത ആഴ്ചയെ തുടങ്ങുകയുള്ളൂ എന്നാണ് കോടതിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പോലീസുകാരും നൽകുന്ന സൂചനകൾ അങ്ങനെയാണ്. ഈ പത്മയും റോസ്ലിയും ചിലർ ലോട്ടറി കച്ചവടം, പിന്നെ ലൈംഗിക തൊഴിലാളി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണ സ്ത്രീകളായിരുന്നു. തമിഴ്നാട് സ്വദേശിയാണ് പത്മ, ധർമ്മപുരി സ്വദേശിയായിരുന്നു. അവരുടെ പഴനി അമ്മ എന്ന സഹോദരിയെയാണ് ഇന്ന് വിസ്തരിച്ചത് കോടതി. അപ്പോൾ ഇങ്ങനെ ഇവരെ ട്രാപ്പിലാക്കി ഈ പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി ഇലന്തൂരിൽ ഈ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിക്കുകയും അവിടെ വെച്ച് റേപ്പ്, ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കണം. 1 കൊലപാതകം, 2 ബലാത്സംഗം, 3 മോഷണം, 4 തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ, അങ്ങനെ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ഇവർക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ ശാസ്ത്രീയ തെളിവുകളുണ്ട്, അതിൻ്റെയൊക്കെ ഭൗതികമായ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നിരവധി സാക്ഷികളും നിരവധി തൊണ്ടിമുതലുകളും ഉള്ള ഈ കേസിൽ പ്രതികൾക്ക് ഉചിതമായ ശിക്ഷ, തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. വിചാരണ പൂർത്തിയായി ഇനി ശിക്ഷാ നടപടിയിലേക്ക് കടക്കണം. അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കേരളത്തെ നടുക്കിയ ഇലന്തൂർ ഇരട്ട കൊലപാതകത്തിന്റെ വിചാരണയാണ് കോടതിയിൽ തുടങ്ങിയത്. ആഭിചാര കൊല കേരളത്തെ ആകെ നടുക്കിയതാണ്. കേസിൽ 3 പ്രതികളാണുള്ളത്. 1 മുഹമ്മദ് ഷാഫി, 2 ഭഗവത് സിംഗ്, 3 പ്രതി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല.